ശബരിമല യുവതി പ്രവേശനം വിലക്കിയ 1991 ഹൈക്കോടതി വിധിയെയും ജഡ്ജിയെയും വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിധി ബോധപൂർവമായിരുന്നുവെന്നും നിയമപരം അല്ലായിരുന്നുവെന്നും പിണറായി ആരോപിച്ചു. ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട NSSനെ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പരോക്ഷമായി വിമർശിച്ചു. ശബരിമലയിലെ സുപ്രീംകോടതി വിധി സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ ശേഷമാണ് യുവതീ പ്രവേശനം വിലക്കിയ 1991 ഹൈക്കോടതി വിധിയെ മുഖ്യമന്ത്രി വിമർശിച്ചത്. 91 വരെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധി ബോധപൂർവമുള്ളതായിരുന്നു, വിധി നിയമപരമല്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 91 ഒരു ജഡ്ജിയുടെ ഉത്തരവ് വരുന്നു. ആ ജഡ്ജി ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബോധപൂർവമാണ്, അത് നിയമവിരുദ്ധാണെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞല്ലോ. 91 ശേഷം വന്ന കാര്യം എങ്ങനെ ആചാരമാകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ശബരിമലയിൽ പ്രക്ഷോഭം തുടങ്ങിയത് ജാതി മേധാവിത്വമുള്ളവരാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഫ്യൂഡൽ മേധാവിത്വ ശക്തികൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നുവെന്നും NSSനെയും പന്തളം കൊട്ടാരത്തെയും പരോക്ഷമായി ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. ഫ്യൂഡൽ ചിന്തയും അന്നത്തെ നാടുവാഴിത്തത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒട്ടേറെ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ബോധപൂർവം തന്നെ പിന്തുടരുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കോലീബി സഖ്യം ഉണ്ടായതുപോലെ ഇപ്പോൾ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞാണ് ഇടതുപക്ഷ വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജാതിമത ശക്തികളെ ഏകോപിപ്പിക്കാനും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഇടതുപക്ഷ വിരുദ്ധ സഖ്യം രൂപപ്പെടുത്താനും ശക്തമായ നീക്കം നടത്തുകയാണ്. EMS അക്കാദമി യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്ത സംഗമം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത്. 5 ജില്ലകളിൽ നിന്ന് 2 ലക്ഷം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം. പരിപാടി വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമാണ് എന്നാണ് CPM വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി പുത്തരിക്കണ്ടത്ത് നിന്നും ഉമേഷ് ബാലകൃഷ്ണനും PMG ജംഗ്ഷനിൽ നിന്നും VV വിനോദും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, എത്രത്തോളം സജ്ജമാണ് പുത്തരിക്കണ്ടം മൈതാനം? തയ്യാറെടുപ്പുകൾ എങ്ങനെ? അയ്യപ്പ ഭക്ത സംഗമത്തിന് പുത്തരിക്കണ്ടം ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഭക്തർ പല സ്ഥലങ്ങളിലായി അയ്യപ്പ ജ്യോതി അയ്യപ്പ ഭക്തരുടെ സംഗമം ഇവിടെ നടത്തുകയാണ്. അല്പസമയത്തിന് തന്നെ ഇവിടെ ആളുകൾ നിറയും. ഒരു 2 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയൊരു സദസ്സ് തന്നെ ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അയ്യപ്പ കർമ്മസമിതിയുടെ അയ്യപ്പ ശബരിമല വിധി വന്നതിന് ശേഷമുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അവസാന പരിപാടിയാണ്, ഈ ചിത്രത്തിലെ ഏറ്റവും അവസാന പരിപാടിയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം. ഏകദേശം തുലാമാസ പൂജ സമയത്ത് മുതൽ ആരംഭിച്ചതാണ്. അയ്യപ്പ നാമജപ യജ്ഞത്തിനും തുടർന്ന് അയ്യപ്പ ജ്യോതി സംഗമത്തിനും ശേഷമാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്. ഇവിടെ വിവിധ സന്യാസി വര്യന്മാരും കൂടാതെ വിവിധ ജാതി മത നേതാക്കളും ഹൈന്ദവ മത നേതാക്കളും അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. നിലവിൽ അമൃതാനന്ദമയ്യാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. 2 ലക്ഷം പേർ, അതായത് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി 2 ലക്ഷം പേർ പരിപാടിയിൽ പങ്കെടുക്കും. ഇതോടൊപ്പം ഇതേ സമയം പരിപാടി നടക്കുന്ന അതേ സമയം വിവിധ സ്ഥലങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ച് അയ്യപ്പ സംഗമത്തിന് പിന്തുണയും അർപ്പിക്കും. വലിയൊരു പരിപാടിയായിട്ട് തന്നെയാണ് അയ്യപ്പ ഭക്ത സംഗമം ഇപ്പോൾ അയ്യപ്പ കർമ്മസമിതി ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയും പരിപാടിക്കുണ്ട്. വലിയ ഒരു സദസ്സ് തന്നെയാണ് പരിപാടിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതും. 20 അയ്യപ്പ കർമ്മസമിതിയിലെ സജീവ പ്രവർത്തകരും സന്യാസി വര്യന്മാരുമായ 20 പേർ പരിപാടിയിൽ പ്രസംഗിക്കും. പ്രധാനമായി ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിജ്ഞയും ചടങ്ങിൽ ചൊല്ലും. അത് ഈ 2 ലക്ഷത്തോളം വരുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന അയ്യപ്പ കർമ്മസമിതിയുടെ പ്രവർത്തകരും മറ്റ് വിശ്വാസികളും ഏറ്റുചൊല്ലും. ഇതാണ് പരിപാടിയുടെ രീതി. അമൃതാനന്ദമയി ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ആയിരിക്കും 20 പ്രമുഖർ, TP സെൻകുമാർ, KP ശശികല അടക്കമുള്ള 20 പേർ ചടങ്ങിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. കൃത്യം 4:30 തന്നെ പരിപാടി തുടങ്ങുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂറാണ് പരിപാടിയുടെ ദൈർഘ്യം. എന്തായാലും ഈ സുപ്രീംകോടതി വിധി, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി വന്നതിന് ശേഷമുള്ള അയ്യപ്പ കർമ്മസമിതിയുടെ പ്രതിഷേധ. ശരി, ഉമേഷാണ് പുത്തരിക്കണ്ടത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ PMG ജംഗ്ഷനിൽ നിന്നും VV വിനോദ് കൂടി ചേരുന്നു. വിനോദ്, 2 ലക്ഷം പേർ പരിപാടിക്ക് പങ്കെടുക്കുമെന്നാണ്
സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. മറ്റ് 5 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടി എത്തും. അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അശ്വതി, ശബരിമല കർമ്മസമിതിയും BJPയും സംയുക്തമായി ഇതുവരെ നടത്തിയ സമരങ്ങൾ 5ാം ഘട്ട സമരമാണ് ഇന്ന് പൂർത്തിയാകുന്നത്. അതിൻ്റെ സമാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നേരത്തെ നിരാഹാര സമരം BJP അവസാനിപ്പിച്ചിരുന്നു. ഏതായാലും 2 ലക്ഷത്തിലധികം പേർ ഇന്നത്തെ ഈ അയ്യപ്പ മഹാസംഗമത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വവും കർമ്മസമിതി നേതാക്കളും അറിയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് PMGയിലാണ്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള 87 വാഹനങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്കെത്തും. ഏതായാലും ഇതൊരു വലിയൊരു ശക്തി പ്രകടനമായി മാറ്റാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതായത് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്ന സമയത്ത് NSSന്റെ നേതൃത്വത്തിലും കർമ്മസമിതിയുടെ നേതൃത്വത്തിലുമായിരുന്നു നാമജപ പ്രാർത്ഥനകൾ തുടങ്ങിയത്. പിന്നീട് BJP തന്നെ ഈ സമരങ്ങൾക്ക് വലിയ പിന്തുണ നൽകുകയായിരുന്നു. പല ഘട്ടങ്ങളിലായി നിരോധനാജ്ഞ ലംഘനം, രഥയാത്ര, ഹർത്താലുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നു. BJPയുടേതായ പ്രതിഷേധ പ്രകടനങ്ങൾ, ഒപ്പം ഭക്തരെ ഒപ്പം കൂട്ടിയുള്ള നാമജപ പ്രാർത്ഥനകൾ, ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളുടെയും ഒരു പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അനന്തപുരി അതിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏതായാലും നേതാക്കളെല്ലാം തന്നെ BJPയുടെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഇതിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമൃതാനന്ദമയി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആശ്രമങ്ങളിൽ നിന്നുള്ള സ്വാമിമാരടക്കമുള്ളവർ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ജാതി മത വിഭാഗങ്ങളിലെ നേതാക്കൾ അവരെയും ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെട്ട പരമാവധി പേരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. കർമ്മസമിതിയുടെ പേരിലാണ് നേരത്തെ പ്രതിഷേധങ്ങളും പ്രാർത്ഥനായജ്ഞങ്ങളും നടന്നതെങ്കിൽ തന്നെയും BJP ആയിരുന്നു ഇതിന് കൃത്യമായ പിന്തുണ നൽകിയിരുന്നത്. അത്തരത്തിൽ BJPയുടെ കോർഡിനേഷനിൽ തന്നെയാണ് ഇന്ന് ഇത്തരമൊരു പരിപാടി നടക്കുന്നതും. ഏതായാലും 6ാം ഘട്ട സമരത്തിലേക്ക് പോകുമെന്ന് BJP അറിയിച്ചിട്ടുണ്ട്. അത് ഉപവാസ സമരമായി ആരംഭിക്കും. ശബരിമല നട അടുത്ത മാസം ആദ്യം തുറക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും സമരവുമായി രംഗത്തേക്ക് വരും എന്ന് തന്നെയാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ ജനസമ്പർക്കമാണ് BJP ആസൂത്രണം ചെയ്യുന്നത്. ഹിന്ദു ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് ജനസമ്പർക്കം, വിശ്വാസവും ആചാരവും സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തി ജനങ്ങളെ കാണും എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഈ ജാഥ ആരംഭിക്കും. അശ്വതി, വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ 8 വാഹനങ്ങൾ കൊല്ലത്ത് നിന്നും അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് വിനോദ് പറഞ്ഞു. ഇതുപോലെ നിരവധി ജില്ലകളിൽ നിന്ന് വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ട്. 87 വാഹനങ്ങളാണ് കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രം എത്തുന്നത്. അത് ഇവിടെ ഈ മസ്കറ്റ് ഹോട്ടലിന് മുന്നിലേക്കാണ് എത്തുക. അല്പസമയത്തിനുള്ളിൽ ഈ വാഹനങ്ങൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേതാക്കളാരും തന്നെ ഇന്നത്തെ ഈ പ്രകടനത്തിൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കില്ല. ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇതിൽ പങ്കെടുക്കുന്നവരെ ഇവിടെ എത്തിക്കുകയും ഇവിടെ നിന്ന് LMSന്റെ അടുത്ത് നിന്ന് ഈ 2 ജാഥകൾ ചേരും. ഒന്ന് മ്യൂസിയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്, മറ്റൊന്ന് PMGയിൽ നിന്നും. ഈ 2 ജാഥകളും ഇവിടെ LMSന്റെ അടുത്ത് സംയോജിച്ച് അവിടെ നിന്ന് MG റോഡ് വഴി പുത്തരിക്കണ്ടത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 2 ലക്ഷത്തിലധികം പേർ ഈ പ്രകടനത്തിൽ പങ്കെടുക്കും. ഒരു ശക്തി പ്രകടനമായി തന്നെ ഇത് മാറും എന്ന് തന്നെയാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. കാരണം ഇതുവരെ നടത്തിയ സമരങ്ങളുടെ ഒരു പരിസമാപ്തി 2 ഘട്ടങ്ങളിലാണ് BJP സമരം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിൽ നേരത്തെ പ്രചരണങ്ങൾ ഉണ്ടായത്. ഇതെല്ലാം മറികടന്ന്, കാരണം നേരത്തെ ഉണ്ടായ യുവതീ പ്രവേശത്തിൽ വലിയ പ്രതിരോധവും തീർത്തെങ്കിൽ കൂടി യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികൾ, വെല്ലുവിളികൾ BJPയുടെ മുന്നിലുണ്ട്. ഇതുവരെ നടത്തിയ സമരം വിജയമാണോ എന്ന ചോദ്യവും അവർക്ക് മുന്നിലുണ്ട്. എങ്കിൽ തന്നെയും ഈ പ്രകടനം ഒരു ശക്തിയുടെ അവരുടെ ഒരു പ്രകടനമാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണുള്ളത്. സമരം BJP അവസാനിപ്പിക്കുന്നുമില്ല. അശ്വതി, ശരി വിനോദ്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്ത സംഗമം അല്പസമയത്തിനകം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ആരംഭിക്കും. വിവരങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണനും BV വിനോദും നൽകിയത്. ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച പരിപാടിയിൽ അമൃതാനന്ദമായി പങ്കെടുക്കുന്നത് വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അമൃതാനന്ദമായി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാറില്ലായിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അവർ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണുന്നുണ്ടെന്നും എന്നിട്ടും അവരുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടോ എന്നും കോടിയേരി തിരുവനന്തപുരത്ത് ചോദിച്ചു. അമൃതാനന്ദമായി സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു മഹത് വ്യക്തിയല്ല. പക്ഷേ എന്തുകൊണ്ട് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു? എങ്ങനെ അവർ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു? അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ടത് ഒരു മഠമാണ്. അമൃതാനന്ദമയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയല്ല ഈ RSSന്റെ കർമ്മസമിതി പരിപാടിയിൽ
അമൃതാനന്ദമായി പങ്കെടുക്കുന്നത്. നൈഷ്ഠിക ആയതുകൊണ്ട് അയ്യപ്പനെ ദർശിക്കാൻ യുവതികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർമ്മസമിതിയുടെ സമരം. ഈ സമരത്തിനാണ് അമൃതാനന്ദമയി പിന്തുണ കൊടുക്കുന്നത്. അമൃതാനന്ദമയി ആണെങ്കിലോ എല്ലാ പ്രായപരിധിയിലും പെട്ട യുവാക്കളും കാണുന്നുണ്ട്, സ്ത്രീകളും കാണുന്നുണ്ട്. അമൃതാനന്ദമയി ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അവരുടെ ബ്രഹ്മചര്യത്തിന് ഇങ്ങനെ ആളുകൾ കണ്ടതുകൊണ്ട് ഇത്രയും കാലം വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കർമ്മസമിതി ഉന്നയിക്കുന്ന ന്യായത്തിന് അമൃതാനന്ദമയി പിന്തുണ കൊടുക്കുന്നതിന് എന്താണ് യുക്തി? ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 49 ദിവസമായി ബിജെപി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം വിജയമായിരുന്നു എന്നാണ് ബിജെപിയുടെ അവകാശവാദം. പ്രശ്നപരിഹാരമായില്ല എങ്കിൽ അടുത്ത മാസം ശബരിമല നട തുറക്കുന്നതോടെ ഉപവാസ സമരം തുടങ്ങാനാണ് തീരുമാനം. സമരം ഏശിയില്ല എന്ന് ബിജെപി തന്നെ സമ്മതിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ശബരിമല കേന്ദ്രീകരിച്ച് ബിജെപി നടത്തിയ നിരാഹാര സമരമാണ് ഡിസംബർ 3 സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത്. എൻ രാധാകൃഷ്ണൻ, CK പത്മനാഭൻ തുടങ്ങിയ നേതാക്കൾ നിരാഹാരമിരുന്ന സമരം PK കൃഷ്ണദാസിലൂടെയാണ് അവസാനിച്ചത്. ശ്രീ ഗോപിനാഥൻ നായരും ശ്രീ K അയ്യപ്പൻപിള്ള സാറും ശ്രീ PK കൃഷ്ണദാസിക്ക് നാരങ്ങനീര് നൽകിക്കൊണ്ട് ഈ നിരാഹാര സമരം കൂടെ അവസാനിക്കുകയാണ്. ആദ്യം വലിയ പങ്കാളിത്തമുണ്ടായെങ്കിലും പിന്നീട് സമരപ്പന്തലിൽ പ്രവർത്തകരില്ലാതായത് സമരം പരാജയമായെന്ന വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പാർട്ടിയിലെ ഭിന്നതകൾ സമരത്തെ ബാധിച്ചുവെന്നും വിമർശനമുണ്ടായി. എങ്കിലും സമരം വിജയമാണെന്നാണ് നേതാക്കളുടെ അവകാശവാദം. നിരാഹാരം അവസാനിപ്പിച്ചെങ്കിലും സമരം തുടരുമെന്ന് നേതാക്കൾ. വിശ്വാസത്തിൽ വിശ്വാസമർപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ആരോടും പരിഭവമില്ല, ആരോടും വിദ്വേഷമില്ല, ആരെയും വിമർശിക്കുന്നില്ല. സമരം ഏശിയില്ലെന്ന് നടത്തിയവർ തന്നെ സമ്മതിക്കുന്നുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഈ നടന്ന പ്രവർത്തനങ്ങൾ ഏശിയില്ല എന്നുള്ളത് ആ സമര നേതൃത്വം വഹിച്ചവർ തന്നെ സമ്മതിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശബരിമല വിഷയം സജീവമായി നിർത്താനാകും BJP ശ്രമിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നട അടച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം അറിയിച്ചു. ദർശനം നടത്തിയ 51 യുവതികളുടെ പട്ടിക സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സർക്കാർ തിരിച്ചടി ചോദിച്ചു വാങ്ങിയതാണ് എന്ന് കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മ പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ മണ്ഡല മകരവിളക്ക് കാലത്തിനാണ് സമാപനമായത്. അവസാന ദിവസം പന്തളം രാജപ്രതിനിധികൾക്ക് മാത്രമായിരുന്നു ദർശന സൗകര്യം. കൊട്ടാരം പ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മേൽശാന്തി നടയടച്ച് താക്കോൽ കൈമാറി. ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുമായി ഏതു ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മ ചടങ്ങുകൾക്ക് ശേഷം പറഞ്ഞു. ശബരിമലയിൽ ദർശനം നടത്തിയെന്ന പേരിൽ 51 യുവതികളുടെ ലിസ്റ്റ് സമർപ്പിച്ച സർക്കാർ കോടതിയിൽ നിന്നുള്ള അടി ചോദിച്ചു വാങ്ങുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരിക്കലും ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല. ഇത് എന്തിനു വേണ്ടിയാണ് ആർക്കെന്താ ഗുണം? ലിസ്റ്റ് വെറും ഒരു ബോഗസാക്കി ഉണ്ടായ സാധനമല്ലേ, അത് ആവശ്യമില്ലാതെ അടിമേടിക്കുകയായിരുന്നു. നവംബർ 15 നട തുറന്നതു മുതൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംഘർഷഭരിതമായിരുന്നു മണ്ഡല മകരവിളക്ക് സീസൺ. BJP നേതാവ് K സുരേന്ദ്രനും ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയും ആദ്യം അറസ്റ്റിലായി. നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും സഭയ്ക്ക് പുറത്ത് BJPയുടെ നിരാഹാരവും തുടങ്ങി. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ തടഞ്ഞത് വിവാദമായി. നാമജപ പ്രതിഷേധങ്ങൾക്കിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മരീദ് സംഘത്തിന് തിരിച്ചോടേണ്ടി വന്നു. ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ ജ്യോതിയും സർക്കാരിന്റെ വനിതാ മതിലും ഇതിനിടെ കേരളം കണ്ടു. വനിതാ മതിലിന്റെ പിറ്റേന്ന് പുലർച്ചെയാണ് കനകദുർഗയും ബിന്ദുവും ദർശനം നടത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിശാന്തും ഷാനിലയും 2 തവണ എത്തിയെങ്കിലും മല കയറാനായില്ല. ദർശനം നടത്തിയ യുവതികളെന്ന പേരിൽ സുപ്രീംകോടതിയിൽ സർക്കാർ സമർപ്പിച്ച ലിസ്റ്റിൽ പുരുഷന്മാരടക്കം കയറിക്കൂടിയത് സർക്കാരിന് തലവേദനയായി. ഈ മണ്ഡലകാലം ഇവിടെ പൂർണ്ണമാകുന്നു. ജനമനസ് ശബരിമല വിഷയത്തിൽ ഏത് മുന്നണിക്കൊപ്പമാണെന്നറിയാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ നിധിനൊപ്പം R കിരൺ ബാബു, ന്യൂസ് 18. വീണ്ടും വാർത്തകളിലേക്ക്. സിനഡ് മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടയലേഖനം കത്തിച്ച എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ വിലക്ക് തീർത്ത സിനഡ് സർക്കുലർ പിൻവലിക്കണമെന്ന് സഭാ നവീകരണ പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. സഭാ നിർദ്ദേശങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നതടക്കമുള്ള മുന്നറിയിപ്പുകളാണ് സിനഡ് സർക്കുലറിൽ ഉള്ളത്.
പൊതുസമരങ്ങളിൽ വൈദികരും സന്യസ്തരും പങ്കെടുക്കരുത്. അഭിമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ സഭയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം തുടങ്ങിയ സിനഡ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്കെതിരായാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത്. എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിർദ്ദേശങ്ങളടങ്ങിയ ഇടയലേഖനം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ഇടയലേഖനം കത്തിക്കുന്നതിനെതിരെ മറുവിഭാഗവും രംഗത്ത് വന്നു. സഭാ നിർദ്ദേശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അച്ചടക്ക നടപടികൾ സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി പ്രതിരോധിക്കാനുള്ള സമീപകാല പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ തീർക്കുന്ന വിലക്കാണെന്ന് കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം പറയുന്നു. ചർച്ച് ആക്ഷൻ കൗൺസിൽ, ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഇനി ഒരു കന്യാസ്ത്രീയോ അച്ഛനോ അതിനുള്ള തന്റെ ഇടം കാണിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ സർക്കുലാറുമായി ഇവർ നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത്. അത്തരം ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സർക്കുലാർ ഇന്ന് ഇവിടെ കത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പ്രതികരിക്കുന്ന അച്ഛന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ സംഘടനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇടയലേഖനം ഇന്ന് കുർബാന മധ്യേ സിറോ മലബാർ സഭകൾക്ക് കീഴിലുള്ള പള്ളികളിൽ വായിച്ചു. ന്യൂസ് 18 കൊച്ചി. തർക്കം നിലനിൽക്കുന്ന തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലെ റോഡിൽ കുർബാന അർപ്പിച്ച യാക്കോബായ വിഭാഗം. പ്രാർത്ഥനയ്ക്ക് പള്ളി തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യാക്കോബായ വിഭാഗം റോഡിൽ കുർബാന അർപ്പിച്ചത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പ്രാർത്ഥന. ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പള്ളി താൽക്കാലികമായി അടച്ചിരുന്നു. ഇന്ന് ഒരു ദിവസത്തേക്ക് പള്ളിയിൽ പ്രാർത്ഥന അനുവദിക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യവും സമാധാന ചർച്ചയിൽ കലക്ടർ അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ യാക്കോബായ വിഭാഗം പള്ളിക്ക് മുന്നിൽ സംഘടിച്ചു. ഇതിനു പിന്നാലെയാണ് കുർബാന അർപ്പിച്ചത്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ ഫാദർ ബേസിൽ റോയ് ഏറാടിക്കുന്നിൽ വ്യക്തമാക്കി. വളരെ സമാധാനപരമായി ആരാധന നടത്തി വന്നിരുന്ന ഒരു ആരാധനാ സമൂഹത്തിന്റെ ആരാധന സ്വാതന്ത്ര്യം മനഃപൂർവ്വം നിഷേധിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഒരു സഭാ മേലധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കുർബാന നടന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലേറെ പേർ പ്രാർത്ഥനയിൽ പങ്കാളികളായി. ന്യൂസ് 18 തൃശൂർ. വീണ്ടും പ്ലാച്ചിമട. പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാൻ ഒരുങ്ങി കൊക്കോകോള. നിലവിലെ പ്ലാന്റ് സർക്കാർ അടച്ചുപൂട്ടി വർഷങ്ങളായെങ്കിലും പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത്. പ്ലാച്ചിമടയിലെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരറിയിപ്പും കിട്ടിയിട്ടില്ല എന്ന് പെരുമാട്ടി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞു. 2004 അടച്ചുപൂട്ടിയ പ്ലാച്ചിമടയിലെ കൊക്കോകോള പ്ലാന്റും സ്ഥലവും കഴിഞ്ഞ 15 വർഷമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 34 ഏക്കർ വരുന്ന ഫാക്ടറി പ്രദേശം അധികൃതർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. മുൻപ് പഴച്ചാർ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കമ്പനി പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിലാണ് കമ്പനി. ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതിന്റെ ഭാഗമായാണ് ഭൂമി നിരപ്പാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ അനുമതിക്കായി കമ്പനി സമീപിച്ചിട്ടില്ലെന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ തടയുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും വ്യക്തമാക്കി. ഇത് അവിടെ ഒരു പുതിയ പദ്ധതിക്കുള്ള നീക്കമാണ് നടക്കാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളോ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയും മറിച്ച് കൊക്കക്കോളയെ പോലെ ജലചൂഷണം നടത്തി ഈ പ്രദേശമാകെ മലിനീകരിക്കുന്ന ഒരു പദ്ധതിക്കാണ് പുതുതായി നീക്കം നടത്തുന്നത് എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തുടർ ദിവസങ്ങളിൽ നേതൃത്വം നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പ്ലാച്ചിമടയിൽ കൊക്കോകോള ഉൽപാദനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിലെ സ്ഥലത്ത് നിരവധി പദ്ധതികൾ പ്ലാച്ചിമടയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പ്ലാച്ചിമടയിൽ കമ്പനി നടത്തുന്ന പുതിയ നീക്കത്തെ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. ന്യൂസ് 18 പാലക്കാട്.
ബംഗളൂരുവിലെ റിസോർട്ടിൽ കഴിയുന്ന കോൺഗ്രസ് എംഎൽഎമാർ തമ്മിൽ കയ്യാങ്കളി. എംഎൽഎ ജയൻ ഗണേഷ് മറ്റൊരു എംഎൽഎ ആയ ആനന്ദ് സിംഗിന്റെ തലയ്ക്ക് കുപ്പികൊണ്ടടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റ ആനന്ദ് സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം തർക്കമുണ്ടായെന്ന വാർത്തകൾ കോൺഗ്രസ് നിഷേധിച്ചു. നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് വിശദീകരണം. കോൺഗ്രസിൽ എല്ലാം ശരിയല്ലെന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണമെന്നായിരുന്നു ബിജെപിയുടെ പ്രതികരണം. അതേസമയം നിയമസഭാ കക്ഷിയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 4 കോൺഗ്രസ് എംഎൽഎമാർ ബിജെപിയിൽ ചേർന്നേക്കും. ബിഎസ്പി അധ്യക്ഷയും യുപി മുൻ മുഖ്യമന്ത്രിയുമായ മായാവതിക്കെതിരെ ബിജെപി എംഎൽഎ സാധന സിംഗിന്റെ പരാമർശം വിവാദത്തിൽ. മായാവതി അധികാരത്തിനു വേണ്ടി മാനം വിറ്റ ആളാണെന്നും അവർ സ്ത്രീത്വത്തിന് അപമാനമാണെന്നുമായിരുന്നു സാധനയുടെ പരാമർശം. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സാധന സിംഗിന് നോട്ടീസ് അയച്ചു. अपने सारे सम्मान को बेच दिया. ऐसी महिला नाम लेने वाली मायावती जी का हम इस कार्यक्रम के माध्यम से तिरस्कार करते हैं. ഉത്തർപ്രദേശിലെ മുഗൾ സരായിൽ നിന്നുള്ള എംഎൽഎയായ സാധന സിംഗ് സ്വന്തം മണ്ഡലത്തിൽ നടന്ന പൊതുയോഗത്തിലാണ് ബിഎസ്പി അധ്യക്ഷ മായാവതിയെ അപമാനിച്ചത്. 1995 ലക്നൌ ഗസ്റ്റ് ഹൌസിൽ വെച്ച് മായാവതിയെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ആക്രമിച്ചതും കടുത്ത ശത്രുത അവസാനിപ്പിച്ച് ഇപ്പോൾ ഇരു പാർട്ടികളും ഒന്നിച്ചതും സൂചിപ്പിച്ചായിരുന്നു വിമർശനം. മായാവതി നേരത്തെ പീഡിപ്പിക്കപ്പെട്ടവളാണ്. ചരിത്രത്തിൽ ദ്രൗപദിയും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദ്രൗപദി പക്ഷേ പ്രതികാരം ചെയ്യുമെന്ന് സത്യപ്രതിജ്ഞ എടുത്തു. എന്നാൽ മായാവതി അധികാരത്തിനായി മാനം വിറ്റു. സ്ത്രീത്വത്തിന് അപമാനമാണ് ബിഎസ്പി അധ്യക്ഷയെന്നും സാധന സിംഗ് കുറ്റപ്പെടുത്തി. പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഭരണപ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉണ്ടായത്. പരാമർശം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി രാമദാസ് അഥവാലെ പറഞ്ഞു. രാജ്യത്ത് സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് പരാമർശമെന്ന് അഖിലേഷ് യാദവ്. എസ്-പി ബി-എസ്-പി സഖ്യത്തിലുള്ള നിരാശയാണ് പരാമർശത്തിലൂടെ വ്യക്തമായതെന്ന് ബി-എസ്-പി പ്രതികരിച്ചു. बीजेपी कितना हताश हो गई है, कितना निराश हो गए, हताश हो गए कि उनको अब ये लग रहा है कि अब उनके पास एक भी सीट जीतने की अब ताकत उत्तर प्रदेश में नहीं रह गई है. വിഷയത്തിൽ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ സാധന സിംഗിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.